ഹലോ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണേ. വീട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലി തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീടുള്ളവർക്കും എന്താ പറയുക, ഇങ്ങനെ ഷിഫ്റ്റിംഗ് ഇല്ലാത്തവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒന്നെങ്കിൽ അതുപോലെ പൈസ ഉണ്ടായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് അങ്ങനെ പൈസ ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരാളെ ഏൽപ്പിച്ച് ചെയ്യിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതൊരാഴ്ച മുന്നേ തുടങ്ങിയൊരു പരിപാടിയാണ് കേട്ടോ. ഇതെല്ലാം അടിച്ച് തുടച്ച് എല്ലാം നീറ്റാക്കി നമ്മൾ നേരത്തെ എല്ലാം ഓർഗനൈസ് ചെയ്തൊരു 4 വർഷം ഈ വീട്ടിൽ താമസിച്ചതാണ്. നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ വീടിനോട്. അപ്പം നമ്മൾ ഈ വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ വീട്ടിലായിരിക്കും. എന്നാലും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇല്ലാത്തതിൻ്റെയും ഉള്ളതിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ മാറുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ആ വീട് വിട്ട് പോകാൻ ഹൗസ് ഓണർക്ക് ഒട്ടും താല്പര്യമില്ല ഞങ്ങളെ പറഞ്ഞു വിടണമെന്ന്. പക്ഷേ എന്താ പറയുക, എനിക്കങ്ങനെ മാറണമെന്ന് തോന്നിയപ്പോൾ ഞാനങ്ങ് മാറുന്നതാണ്. അവർ പോകാൻ തുടങ്ങിയ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ ആ വീടിൻ്റെ മതിൽ ഇടിച്ച് വണ്ടി ഇടിച്ച് മതിൽ പോവുകയൊക്കെ ചെയ്ത് അപ്പം തന്നെ അവർ പറയുകയും ചെയ്ത് ഞാൻ പോകുന്നത് കാരണം എൻ്റെ കൂടെ മതിലും വന്നതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പക്ഷേ അത്രയും ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റിലാണ് ആ വീട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നമ്മളതെല്ലാം വീണ്ടും തിരിച്ചെടുത്ത് നമ്മൾ എല്ലാം ഒതുക്കി പെറുക്കിയിട്ട് വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എറണാകുളത്ത് താമസത്തിന് വന്നതിന് ശേഷം ഞാനിത് ഒരു 3-4 വീടായി ഇപ്പം ഇങ്ങനെ മാറുന്നു. നമുക്ക് എന്താ പറയുക, വാടക കൂടുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും നാൾ നമുക്ക് താമസിക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണയത്തിനുള്ള വീടെടുക്കണം. അപ്പം അത് ലക്ഷങ്ങൾ ചിലവ് വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സാമ്പത്തിക സ്ഥിതിയില്ല. നമുക്ക് അന്നന്ന് ജീവിച്ച് പോകാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രയത്നം നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വീട് മാറുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ജോലി തന്നെയായിരുന്നു. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ദിവസം തന്നെയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല. അതുപോലെ ശരിക്കും എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം പിന്നെ ഒരാഴ്ച എടുത്തിട്ടാണ് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളത്രയും അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും എന്താ പറയുക, ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന വീട്ടിൽ നമ്മൾ അങ്ങനെ ഒരു 2 വർഷമൊക്കെ 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും മാറേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് പേടിയുണ്ടാവും. നമ്മളൊരു 4-5 വർഷത്തിൽ കൂടുതൽ താമസിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളവിടുന്ന് പോയില്ലെങ്കിലോ എന്നുള്ളതൊക്കെ ഒരു തെറ്റായ ധാരണയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളതല്ല. ചില ആളുകളുണ്ട് അങ്ങനെ ഇല്ലാത്തവരുടെ മനസ്സിലേക്കും വിഷം കുത്തിവെക്കുന്ന രീതിയിലുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രശസ്തമായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാലും നമ്മളുടെ ജീവിതത്തിലുണ്ടായ ഒരു നിമിഷങ്ങൾ എന്താ പറയുക, ഇവിടെ പറയാൻ എനിക്കൊരു അവസരം വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത്, അപ്പോൾ പുതിയ വീട്ടിലും ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.